നേരത്തെ പറഞ്ഞ ആൻഡ്രൂ ടേറ്റ് എന്ന സ്ത്രീ വിരോധി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അവതരിക്കാറുള്ളത് വളരെ ആഡംബര വസ്തുക്കളുടെ നടുവിലും അതേപോലെ അതിസുന്ദരികളായ സ്ത്രീകളുടെ നടുവിലുമൊക്കെയാണ്. സ്ത്രീ വിരോധിയാണെങ്കിലും അദ്ദേഹത്തിന് സ്ത്രീകളെ ഇക്കാര്യത്തിനൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ പറയാതെ പറയുന്നൊരു സന്ദേശമുണ്ട്. സ്ത്രീ സൗന്ദര്യം എന്നുള്ളത് പുരുഷൻ ആസ്വദിക്കാൻ മാത്രമുള്ളതാണെന്നും സ്ത്രീകൾ എന്നാൽ സുന്ദരികളായ വസ്തുക്കളാണെന്നും അതിനപ്പുറത്തേക്ക് അവർ പഴിചവിട്ടരുത് എന്നുമൊക്കെയാണ് ആൻഡ്രൂ ടേറ്റ് പറയാതെ പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം മറ്റൊരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന കനപ്പെട്ടതും ഗൗരവപ്പെട്ടതും അതേപോലെ ശാസ്ത്രീയവുമായ പഠനങ്ങൾക്കൊന്നും ആളുകൾ കുറച്ചേ ചെവി കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. 40% താഴെ മാത്രം ആളുകളാണ് ഇത്തരം ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയെ സമീപിക്കാറുള്ളത് എന്നാണ് ഒരു ഡാറ്റ റിസർച്ച് കാണിക്കുന്നത്. നേരെ മറിച്ച് വളരെ നെഗറ്റീവായതും അതല്ലെങ്കിൽ വളരെ സ്പൈസിയായ മസാല പുരണ്ടതുമായ ഒക്കെ വാർത്തകൾക്കും വിഷ്വലുകൾക്കും റീലുകൾക്കുമൊക്കെ 60%-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡാറ്റ റിസർച്ച് പറയുന്നത്.